ഒരു ഓട്ടോ ചേട്ടൻ ഇങ്ങനെ ഉരച്ചു വിട്ടേണ്ട ഒരു പാടാണുള്ളത്. ഈ ഒരു പോർഷനിൽ എങ്ങാണ്ടായിരുന്നു ആ ഒരു സ്ക്രാച്ച്. ഇപ്പം എനിക്ക് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. നമ്മുടെ ചാനലിൽ കൂടെ നല്ല നല്ല സർവീസുകൾ അതുപോലെ പ്രൊഡക്റ്റുകളും നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കൊക്കെ ഗുണമുണ്ടെന്ന് അറിഞ്ഞതിൽ നല്ല സന്തോഷമുണ്ട്. അതുപോലെ തന്നെ നമ്മളായിട്ട് കൊളാബ് ചെയ്യുന്നവർക്കും അതിൻ്റെ ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കൂടെ എനിക്കും നല്ല നല്ല പൈസ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട്. ഇങ്ങനെ പ്രൊമോഷനാണല്ലോ ഒബ്വിയസ്ലി. പക്ഷേ എന്നാലും നമ്മളൊരു പ്രൊമോഷനായിട്ട് നിങ്ങളിലേക്ക് വരുമ്പോഴത്തേനും പ്രൊഡക്റ്റ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ജെനുവിൻ ആണ് അല്ലെങ്കിൽ നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാൻ എല്ലാ തവണയും നിങ്ങളിലേക്ക് ഒരു പ്രൊഡക്റ്റോ സർവീസോ എത്തിച്ചിട്ടുള്ളത്. അങ്ങനെ അല്ലെന്ന് വല്ലതും നിങ്ങൾക്ക് ഏതെങ്കിലും വീഡിയോ ഉണ്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും താഴെ കമൻറ്റ് ഇടാം കേട്ടോ. അപ്പോൾ ഇനി എൻ്റെ ഒരു പ്രതീക്ഷ അതാണ്. അപ്പോൾ ഇതിന് മുന്നേ ആണെന്നുണ്ടെങ്കിലും ഞാൻ Q4 എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു വാട്ടർ സ്പോട്ട് റിമൂവർ, അതായത് നമ്മുടെ ഈ വിൻസ്ക്രീനിലൊക്കെ ഈ വാട്ടർ മാർക്കുകൾ വരില്ല, അത് കളയുന്ന ഒരു പ്രൊഡക്റ്റുമായിട്ട് വന്നായിരുന്നു. അതിന് എല്ലാ ആൾക്കാരും നല്ല റിവ്യൂസാണ് കേട്ടോ ഉപയോഗിച്ചതിന് ശേഷം പറഞ്ഞത്. അപ്പോൾ ഈ Q4 എവറിൻ്റെ പ്രൊഡക്ട്സിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം യൂട്യൂബിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അത്ര നല്ല സൊല്യൂഷൻസ് ആണ് ഇവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം ഇതാണ്ട് പിന്നെയും Q4 എവറിൻ്റെ കുറച്ച് സൊല്യൂഷൻസുമായിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. ഇത് അവർ 890 രൂപയ്ക്ക് തരുന്ന ഒരു കാർ കെയർ കിറ്റാണ്. അപ്പോൾ ഈ കിറ്റിനകത്ത് എന്നൊക്കെയാണ് വരുന്നത് വെച്ചാൽ ഇങ്ങനൊരു മൈക്രോഫൈബർ ടവല്, 2 ആപ്ലിക്കേറ്റർ, അതിനുശേഷം 6 പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട്. ആ 6 പ്രൊഡക്റ്റിൽ ഒന്ന് കാർ ഷാമ്പൂ ആണ്. അതിനുശേഷം നമുക്ക് ഉൾവശം ക്ലീൻ ചെയ്യാനായിട്ടുള്ള upholstery ആൻഡ് റൂഫ് ക്ലീനർ. പിന്നെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇതുണ്ട്, നമ്മുടെ ഡാഷ്ബോർഡ് ക്ലീൻ ചെയ്യാനായിട്ടുള്ളൊരു ക്ലീനറുണ്ട്. അതിനുശേഷം ടയർ പോളിഷ് വരുന്നുണ്ട്. പിന്നെ ഈ 2 പ്രൊഡക്റ്റ് ഉണ്ടല്ലോ നമ്മൾ ഒരുമിച്ച് ഉപയോഗിക്കേണ്ടതാണ് കേട്ടോ. അതായത് നമുക്ക് വണ്ടി ഉപയോഗിക്കുന്നവരുടെ എല്ലാവരുടെയും പ്രശ്നമാണ് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് ചെറുതാണെങ്കിലും വലിയതാണെങ്കിലും പോർലുകൾ വരാറുണ്ടല്ലോ. അപ്പം അങ്ങനെ ഉണ്ടാകുന്ന സ്ക്രാച്ച് എങ്ങനെ കളയും എന്നുള്ളതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സ്ക്രാച്ച് റിമൂവൽ ഉണ്ട്. അതുപോലെ തന്നെ അതിനുശേഷം നമ്മളിപ്പോൾ ഒരു പോളിഷ് ആണെങ്കിലും നമ്മൾ പെയിൻറ്റ് സർഫസിൽ പിടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ആ ഒരു പെയിൻറ്റിൻ്റെ ആ ഒരു ഗ്ലേസിങ് അങ്ങ് പോയിട്ടൊരു മങ്ങൽ വരില്ലേ. അപ്പോൾ ആ ഗ്ലേസിങ് പിന്നെ തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു സംഭവമാണ് ഈ ഗ്ലേസ് ആൻഡ് വാക്സ് എന്ന് പറഞ്ഞ ഈ ഒരു പ്രൊഡക്റ്റ്. അപ്പോൾ ഇത്രയും പ്രൊഡക്റ്റാണ് അവർ ഈ ഒരു കാർ കെയർ കിറ്റിൽ തരുന്നത്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് ഈ ഓരോ പ്രൊഡക്റ്റിനെയും പരിചയപ്പെടാം. അപ്പോൾ വെൽക്കം ടു എനി എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. ആദ്യം നമുക്ക് ഒരു സ്ക്രാച്ച് റിമൂവറിൽ നിന്ന് തുടങ്ങാം. കാരണം എന്ന് പറഞ്ഞാൽ അതിപ്പോൾ ഏത് വണ്ടി, ബൈക്കോ കാറോ ലോറിയോ ഏതും ആയിക്കോട്ടെ, നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ചെറിയ ഒരു ചെടിയിൽ ഉരഞ്ഞു പോലും സ്ക്രാച്ചസ് വണ്ടിയിൽ ഉണ്ടാവും. അപ്പോൾ അത് കാണുമ്പോൾ തന്നെ, പ്രത്യേകിച്ച് പുതിയ വണ്ടിയും കൂടെ ആണെങ്കിൽ നമുക്ക് ഭയങ്കര സങ്കടം വരും. അപ്പോഴത്തേനും ഞാൻ കാണിച്ചു തരാം. ഇങ്ങോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിട്ടുണ്ട് അത്യാവശ്യം നീളത്തിൽ ഒരു ഓട്ടോ ചേട്ടൻ ഇങ്ങനെ ഉരച്ച് വിട്ടേണ്ട ഒരു പാടാണുള്ളത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കുണ്ട് നമ്മുടെ സൊല്യൂഷന് ഈ ഒരു മൈക്രോ ഫൈബർ ക്ലോത്തിലേക്ക് കുറച്ചെടുക്കാം. ആദ്യം കുറച്ചെടുത്തിട്ട് നമുക്ക് ട്രൈ ചെയ്യാം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ ഇച്ചിരി ഒഴിച്ചു കൊടുക്കാൻ പറ്റില്ല. ഇതുണ്ട്, ഞാൻ ഇപ്പോൾ ഇത്ര എമൗണ്ട് എടുത്തിട്ട് ഇതുണ്ട്, എവിടെയാണോ സ്ക്രാച്ച് ഉള്ളത് അവിടെ നമുക്ക് ഇങ്ങനെ ഇത് അപ്ലൈ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ ആ ഒരു ഫോം ആപ്ലിക്കേറ്ററിൽ എടുക്കാത്തതിൻ്റെ കാര്യം അതൊരു പഞ്ഞി പോലത്തെ സംഭവം ആയതുകൊണ്ടുണ്ടല്ലോ നമുക്ക് ഒത്തിരി പ്രഷർ ഇങ്ങനെ കൊടുക്കാനും പറ്റത്തില്ല. മാത്രമല്ല ഈ സ്പോഞ്ചിൻ്റെ പരിപാടി തന്നെ ഇതിങ്ങനെ അബ്സോർബ് ചെയ്തെടുക്കുമല്ലോ. ഇത് ഇപ്പം തന്നെ ഉണ്ട് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. ആ ഒരു സ്ക്രാച്ച് അത്യാവശ്യം ഇങ്ങനെ ഫെയ്ഡായി വരുന്നുണ്ട്. ഓക്കെ, ഞാൻ നിങ്ങളിത് ഫുള്ളാക്കിയിട്ടൊരു ഫൈനൽ ലുക്ക് കാണിച്ചു തരാം കേട്ടോ. ഇതുണ്ട്, ഇവിടെ ആയിരുന്നു ഒരു നീളത്തിൽ സ്ക്രാച്ച് ഉണ്ടായിരുന്നത്. ഇപ്പോൾ കണ്ടത് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു ഗ്ലേസ് ആൻഡ് വാക്സ് ഉപയോഗിച്ച് അവിടുത്തെ ആ പഴയ ഒരു ഷൈനിങ് അല്ലെങ്കിൽ ആ ഒരു ഗ്ലേസിങ് നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ആ ടവലിൻ്റെ ഉപയോഗിക്കാത്തൊരു സൈഡാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾ ആ ഉപയോഗിച്ച സൈഡ് തന്നെ വെച്ച് അവിടെ പിടിക്കല്ലോ കേട്ടോ. കാര്യം നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും ആ ടവലിൽ എന്തെങ്കിലും പൊടിയോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ പിന്നെയും അത് തന്നെ അവിടെ ഇട്ട് റബ്ബ് ചെയ്ത് പ്രശ്നമാക്കില്ല. കണ്ടോ, ഇത്ര എമൗണ്ട് എടുക്കുക. നിങ്ങൾ എവിടെയാണോ അപ്ലൈ ചെയ്തത് അവിടെ നൈസായിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കുക. അപ്പോൾ നല്ലപോലെ തൂത്തതിന് ശേഷം എക്സസ് ആയിട്ടുള്ള ആ ഒരു കോമ്പൗണ്ട് നമുക്ക്, ഞാൻ ടവലിൻ്റെ അടുത്ത വശമാണ് എടുത്തേക്കുന്നത്, നമുക്കങ്ങ് വൈപ്പ് ഓഫ് ചെയ്ത് കളയാം. കണ്ടോ, ഇതാണ് നമ്മുടെ സ്ക്രാച്ചും അതുപോലെ തന്നെ ആ ഒരു ഗ്ലേസ് ആൻഡ് വാക്സ് പ്രൊഡക്റ്റ് ഉപയോഗിച്ചതിന് ശേഷമുള്ള ഇവിടുത്തെ ഒരു ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ഒരു ലുക്ക് കണ്ടിട്ട് ഇത് കാണുമ്പോൾ തന്നെ എനിക്ക് ശരിക്കും നല്ല ചേഞ്ച് അറിയേണ്ട കാര്യം ഈ ഒരു പോർഷനിൽ എങ്ങാണ്ടായിരുന്നു ആ ഒരു സ്ക്രാച്ച്. ഇപ്പം എനിക്ക് എവിടെയാണെന്ന് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. അത്രയ്ക്ക് ഫുള്ളി ആ ഒരു സ്ക്രാച്ച് പോയിട്ടുണ്ട് കേട്ടോ. അടുത്തായിട്ട് നമുക്ക് ഈ ഒരു ടയർ പോളിഷാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് നമുക്ക് 2 രീതി ഉപയോഗിക്കാം കേട്ടോ. അതായത് ഏത് രീതിയിൽ ഉപയോഗിക്കുന്നതിന് മുന്നേ നല്ലപോലെ ഷെയ്ക്ക് ചെയ്തതിന് ശേഷം ഒന്നെങ്കിൽ നമ്മുടെ ആപ്ലിക്കേറ്റർ പാഡിൽ സ്പ്രേ ചെയ്തിട്ട് അതും കൊണ്ട് നമുക്ക് ഫുള്ളി ഒന്ന് തേച്ച് പിടിപ്പിക്കാം. ഇല്ലെങ്കിൽ ഡയറക്റ്റ്ലി നമുക്ക് ടയറിലേക്ക് സ്പ്രേ ചെയ്യാം. അപ്പോൾ എന്തായാലും ഞാനൊന്ന് പകുതിക്ക് വെച്ചിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ നിന്ന് ജസ്റ്റ് ഇങ്ങനെ ഉണ്ട്, നമുക്ക് ടയറിൽ ഒരു ഹാഫ് പോർഷൻ നമുക്കൊന്ന് പോളിഷ് ആക്കാം. കാര്യം എന്നാലേ ഡിഫറൻസ് അറിയും. അതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു 15 മിനിറ്റോളം അതൊന്ന് ഡ്രൈ ആവാനായിട്ട് ടൈം കൊടുക്കണം എന്നാണ് അവർ പറയുന്നത്. പിന്നെ അതിന് ശേഷം എക്സസ് ആയിട്ട് എന്തെങ്കിലും നിപ്പുണ്ടെങ്കിൽ ഒരു ക്ലോത്ത് ഉപയോഗിച്ച് നിങ്ങൾക്ക് വൈപ്പ് ഓഫ് ചെയ്യാം. പിന്നെയും നിങ്ങൾക്ക് ഇച്ചിരി ഷൈനിങ് വേണമെന്നുണ്ടെങ്കിൽ
വേണമെന്ന് തോന്നിയാൽ ഒന്നും കൂടെ ഇതേ രീതിയിൽ ഒന്ന് നമുക്ക് അടിച്ചു വിടാം. അപ്പോൾ ഇതെന്തായാലും നാച്ചുറലി ട്രൈ ചെയ്യുന്ന ടൈമിൽ നമുക്ക് അടുത്ത പ്രൊഡക്റ്റ് പരിചയപ്പെടാം. എന്നിട്ട് അതിൻ്റെ ഉപയോഗം കഴിഞ്ഞിട്ട് വരുമ്പോഴത്തേന് മേ ബി ഇവിടുത്തെ പരിപാടി ആയിക്കാണ്. അപ്പോൾ അടുത്ത പ്രൊഡക്റ്റ് ഇതേ ഈ ഒരു അപ്ഹോൾസ്റ്ററി ആൻഡ് റൂഫ് ക്ലീനറാണ്. അതായത് നമുക്ക് ഒരേപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഉള്ളിലെ സീറ്റും അതുപോലെ തന്നെ നമ്മുടെ ഈ ഹെഡ് ലൈനർ ഉണ്ടല്ലോ, ഇത് രണ്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അപ്പം ഇതും നമ്മൾ ഉപയോഗിക്കണമെന്ന് വെച്ചാൽ സ്പ്രേ ആയിട്ടാണ് വരുന്നത്. എവിടെയാണോ ക്ലീൻ ചെയ്യേണ്ടത്, ഇതിപ്പോൾ നമുക്ക് സീറ്റ് ക്ലീൻ ചെയ്യണമെന്ന് വെച്ചോ, സീറ്റിൽ ഇങ്ങനെ സ്പ്രേ ഇങ്ങനെ അടിച്ചു കൊടുക്കുക. അതിന് ശേഷം ഒരു സോഫ്റ്റ് ബ്രഷ് അതെടുത്തിട്ട്, കാര്യം നമുക്കറിയാമല്ലോ നമ്മുടെ സീറ്റിലൊക്കെ ചെറിയ ചെറിയ കുണ്ടും കുഴികളുമാണല്ലോ, അപ്പോൾ അതിൻ്റെ ഉള്ളിലൊക്കെ ഇരിക്കുന്ന ഡേർട്ട് നല്ലപോലെ പോകണമെന്നുണ്ടെങ്കിൽ ഒരു ബ്രഷ് വേണം. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ പയ്യെ പയ്യെ നമുക്ക് ഇങ്ങനെ തേച്ചൊരിച്ച് കഴുകുക. അതിന് ശേഷം ഇങ്ങനെ ഒരു മൈക്രോഫൈബർ ക്ലോത്ത് വല്ലതും എടുത്തിട്ട് ഇതങ്ങനെ വൈപ്പ് ഓഫ് ചെയ്യണം. ഇതിപ്പം നമ്മുടെ കയ്യിൽ ബ്രഷ് ഇല്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാത്തത്. അത് മാത്രമല്ല സീറ്റിൽ വലിയ തരത്തിൽ ചെളി ഇല്ല കേട്ടോ. ഇപ്പം നമ്മുടെ മറ്റേ ഇഗ്നിസിലാണെങ്കിലും അത്യാവശ്യം നീറ്റായിട്ടാണ് അകമൊക്കെ കിടക്കുന്നത്. അപ്പം അതിൽ എന്തായാലും ഡെമോ കാണിക്കാൻ പറ്റത്തില്ലെന്ന് ഓർത്തിട്ടാണ് നമ്മൾ പിന്നെയും വാഗണാർ എടുത്തിട്ട് അതിൽ ഡെമോ കാണിക്കാൻ ഓർത്തപ്പം നമ്മുടെ സീറ്റും അത്യാവശ്യം നീറ്റായിട്ട് കിടക്കും. അതുകൊണ്ടാണ് കേട്ടോ ഇതിൻ്റെ പക്കാ ഡെമോ നിങ്ങൾക്ക് കിട്ടാത്തത്. എനിവേ യൂസ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത് കൊണ്ട് ഞാൻ പറഞ്ഞാണ് എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത്. ഓക്കെ, അപ്പോൾ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഉണങ്ങാനായിട്ട് വിട്ട് ടയറിൻ്റെ കണ്ടീഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ കറക്റ്റ് നിങ്ങൾക്ക് ഒരു ഷൈനിങ് വരണമെങ്കിൽ ഈ ഒരു എഴുത്തിൻ്റെ ഈ ഒരു സൈഡ് നോക്കിയാൽ മതി കേട്ടോ. കാര്യം അത്ര ഒരു ബ്ലാക്കിഷ് ആയിട്ടിരിപ്പുണ്ട്. അതേസമയം ഈ ഒരു സൈഡിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടോ, ഈ ഒരു രീതിയിലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. അതിൽ നിന്ന് ഇത്രയും ഒരു ഗ്ലോയിങ് നമുക്ക് ഇപ്പോൾ ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇച്ചിരി കൂടെ വൃത്തികെട്ടിരിക്കുന്ന ഒരു ടയർ ആണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് നല്ലപോലെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇനിയും നമുക്ക് ഒരു പ്രൊഡക്റ്റും കൂടെ ഉണ്ട്. കണ്ടോ, നമ്മുടെ ഡാഷ്ബോർഡ് ക്ലീനറാണ്. അപ്പോൾ ഇതും നമുക്ക് വാഗണറിൽ നോക്കാം. കാര്യം അതാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വൃത്തികെട്ട അവസ്ഥയിൽ കിടക്കുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ആ ഒരു ഡാഷ്ബോർഡ് ക്ലീനർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇവിടെ നിന്ന് പ്രസ് ചെയ്യുക. ഇതുണ്ട്, ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ വരുന്നത്. അപ്പം തൽക്കാലം നമുക്കൊരു കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിട്ട് ഒരു ചെറിയ ഏരിയയിലൊന്ന് പരീക്ഷിക്കാം കേട്ടോ. അപ്പോൾ ഇതുണ്ട്, നമ്മളിങ്ങനെ ആവശ്യത്തിനുള്ള കോമ്പൗണ്ട് എടുത്തിട്ട് ഒരു ചെറിയ ഏരിയ മാത്രം ഞാനിങ്ങനെ ടെസ്റ്റ് അടിക്കുകയാണ്. ഇപ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേറ്ററിലേക്ക് നോക്കൂ, ഇത്രയും ചെളി ഉണ്ടായിരുന്നു ഗൈസ്. അതിന് ശേഷം ഈ ഒരു സംഭവം എനിക്ക് മേളിൽ നോക്കിയാൽ ഓക്കെ, നിങ്ങൾ മേളിൽ നിന്നൊരു ക്യാമറ വ്യൂ കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവും. കാര്യം ചെരിഞ്ഞ് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലായില്ല. ഞാനൊരു ടോപ്പ് വ്യൂ കാണിക്കാം. കാര്യം ഇത്രയും ഒരു ഏരിയയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ടേക്ക് നോക്കുക. കാര്യം ഇവിടെ ഇപ്പോൾ ഒരു ചെളി പോയെന്ന് മാത്രമല്ല, ഒരു പ്രത്യേക ഒരു ഗ്ലോയിങ്ങും കൂടെ ഒരു ഷൈനിങ്ങും കൂടെ നമ്മളിത് അപ്ലൈ ചെയ്ത ഏരിയയിൽ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അടുത്തായിട്ടുള്ള ലാസ്റ്റ് പ്രൊഡക്റ്റാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കാർ ഷാമ്പു. അപ്പോൾ കാർ ഷാമ്പു ആയിട്ട് ഞാൻ പ്രത്യേകിച്ച് നിങ്ങളെ ഡെമോ ഒന്നും കാണിക്കട്ടില്ല. കാര്യം നമുക്ക് എല്ലാവർക്കും കാർ കഴുകാൻ അറിയാം. അപ്പോൾ ഇതിനകത്ത് ഇവർ പറയുന്ന ഡൈല്യൂഷൻ എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളത്തിന് നിങ്ങൾ ഒരു 30 മില്ലി നമ്മുടെ ഷാമ്പു എടുക്കുക, പതപ്പിച്ചിട്ട് അങ്ങ് കഴുകിക്കോളൂ. അത്രയാണ് പറയുന്നത്. പിന്നെ പ്രത്യേകം ഗൈഡ് ലൈൻസ് ഒന്നും വേണ്ടല്ലോ. പിന്നെ ഇതും നമ്മുടെ pH ന്യൂട്രൽ ആയിട്ടുള്ള കാർ ഷാമ്പു ആണ്. അതുകൊണ്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ പേടിയും കാര്യങ്ങളൊന്നും വേണ്ട. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് Q4 കാർ കെയറിൻ്റെ കിറ്റിൽ വരുന്നത്. 6 സൊല്യൂഷനും 2 ആപ്ലിക്കേറ്ററും ഒരു ടവലും. ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ വില വരുന്നത് 890 രൂപയാണ്. നിങ്ങൾ പക്ഷേ ഇതിപ്പോൾ ഓരോ പ്രൊഡക്റ്റായിട്ട് ഇൻഡിവിജ്വലി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ പോലും 1000-ന് മുകളിലായിരിക്കും ഇതിൻ്റെ വില വരുന്നത്. അപ്പോൾ അത്ര 1000-ന് മുകളിൽ വിലയുള്ള സംഭവമാണ് അവരൊരു കാർ കെയർ കിറ്റാക്കിയിട്ട് ഇത്രയും ഒരു ഡിസ്കൗണ്ടിൽ നമുക്ക് തരുന്നത്. എന്തായാലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുറേ പ്രൊഡക്റ്റ് ആയിരിക്കുന്നത്. കാര്യം നമ്മുടെ ഏതൊരു കാറാണെങ്കിലും ബൈക്കാണെങ്കിലും ഏത് വണ്ടി ഓൺ ചെയ്യുന്ന ആൾക്കാർക്കും ഒത്തിരി യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റാണ്. അതിൽ ഏറ്റവും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയത് ആ ഒരു സ്ക്രാച്ച് റിമൂവർ ഉണ്ടല്ലോ, അതാണ്. കാര്യം ഈ ഒരു വണ്ടിയിലാണെങ്കിൽ പോലും ഇഷ്ടം പോലെ മൈന്യൂട്ടായിട്ടുള്ളതും വലുതായിട്ടുള്ളതും സ്ക്രാച്ചസ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇത് ഒത്തിരി ഡീപ്പായിട്ടുള്ള സ്ക്രാച്ചിനൊന്നും പറ്റത്തില്ല, അതുപോലെ തന്നെ ഡെൻറ്റിനൊന്നും പറ്റത്തില്ല. അവരത് ഈവൻ ആ ബോട്ടിൽ മെൻഷൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പം നിങ്ങൾ വലിയ ഒരു ഡെൻറ്റിലൊക്കെ കൊണ്ട് ഇത് പിടിച്ചിട്ട് നമ്മുടെ ഡെൻറ്റ് പോയില്ലെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. എനിവേ നിങ്ങൾക്ക് ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ഇട്ടേക്കുക. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.